ശ്രീ പി.സി. ജോർജ്, ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായിട്ടുള്ള ചില കാഴ്ചകൾക്ക് കേരള പൊളിറ്റിക്സ് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഈ നിയമസഭയിൽ അങ്ങേക്ക് അറിയായിരിക്കും, പരസ്പരം ഈ കടിച്ചു കയറുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും. ഈ കാര്യത്തിൽ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ഒന്നിപ്പോടുകൂടി എനിക്ക് പെരുമാറാൻ കേട്ടോ, സാധിച്ചത്? ഞാൻ ഇങ്ങനെയൊന്ന് ചിന്തിക്കുക, ദൈവം തമ്പുരാന് എങ്ങനെ സംഭവിച്ചത്? പിണറായി വിജയൻ അത് ചെയ്തോട്ടെ, CPM-കാർ അത് ചെയ്യട്ടെ, CPM തീരുമാനമെടുത്തു, ആയിക്കോട്ടെ, പാവപ്പെട്ട മത്സ്യങ്ങളെ കൊല്ലണം, ഓക്കെ. ഞാൻ KM മാണിയുടെ മാണി സാറിന്റെ പാർട്ടിയല്ലേ ജോസ് കെ മാണി എന്ന് പറഞ്ഞ തൊപ്പിയാൻ? അവൻ MP അല്ലേ? അവൻ 5 MLA-മാരാ കൈവക്ക് കൊടുത്തു, പിന്നെ എന്ന് പ്രസംഗിക്കുകയായിരുന്നു. ഇതൊക്കെ എനിക്ക് ഏറ്റവും ദുഃഖം, ആ ജോസഫ് അയാളും കൈവക്കാൻ പോയി. ആ മോൻസ് ജോസഫ് എന്തിനത് ചെയ്തു മനസ്സിലായില്ലേ? മോൻസ് ജോസഫ് MLA, റോഷി അഗസ്റ്റ് ഉൾപ്പെടെയുള്ള 5 പ്രമേയം കേന്ദ്രത്തിലെ പാസ്സാക്കിയത്. ഇവന്മാരെന്നാ കേരള കോൺഗ്രസ്? അത് കോളറ കോൺഗ്രസ്സാ, കേരള കോൺഗ്രസ് അല്ല. ഇത് പിരിച്ചുവിടണമെന്ന് ഞാൻ പറഞ്ഞതാ, ഒരു കാര്യമില്ല. എന്തൊരു അപകടകരമായ സ്ഥിതിയാ ഇത്. ജോസഫിന് എന്ത് പറയാനുണ്ടെന്ന് എനിക്ക് അറിയാൻ കൊള്ളാൻ ആഗ്രഹമുണ്ട്. ജോസഫ് ഈ രാജ്യത്ത് ഇടുക്കി മുഴുവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നടക്കായിരുന്നല്ലോ. ഒരാൾക്ക് പട്ടയം കൊടുക്കാതെ റവന്യൂ മന്ത്രിയായിട്ട് 5 കൊല്ലം ചെത്തിയവനാ PJ ജോസഫ്. മനുഷ്യ കളിപ്പിക്കുകയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ മാണി സാറുമായിട്ട് ഞാൻ മസ്കറ്റ് ബോട്ട് വെച്ച് വഴക്കുണ്ടായി. ഞാൻ ചോദിച്ചു, നിങ്ങൾ ധനകാര്യ മന്ത്രിയും ഒരാൾ റവന്യൂ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാം കൂടെ ആ ഇടുക്കിയിലെ പാവപ്പെട്ട കൃഷിക്കാരന് പട്ടയം കൊടുത്താൽ എന്നാ കുഴപ്പം? നിങ്ങൾ എന്ത് കാണിക്കുകയെന്ന് ചോദിച്ചു. ഉടനെ ഒരു പറഞ്ഞ വാക്ക്, കൊടുക്കാന്ന് പറഞ്ഞു, കൊടുക്കരുത്, കൊടുത്താൽ അവർ ഇട്ടേച്ചു പോകുന്നു. മനസ്സിലായില്ലേ? ഇടുക്കിയിലെ ജനം നമ്മുടെ പുറകെ നിൽക്കണമെങ്കിൽ അത് ഉദാഹരണം പറഞ്ഞു. പശുവിന് ഈ ചക്കവട കാണിച്ച് കൊണ്ടു നടക്കണം, അല്ലെ അവൻ ഇട്ടേച്ചു പോകുന്നു. അത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാ ജോസഫ്. മനസ്സിലായില്ലേ? മാണിയുണ്ട്, മാണി സാർ ആ കാര്യത്തില് ഒരുമിച്ചായിരുന്നു. ഇതൊക്കെ കേരള കോൺഗ്രസിന്റെ പേരും പറഞ്ഞ് കൃത്യമായിട്ട് പേരും പറഞ്ഞ് നമ്മളെ ചുറ്റിച്ച് വിറ്റതല്ലേ. ആ വിറ്റതിനൊന്നും കൂടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിനും എതിർത്ത് ഒറ്റയ്ക്ക് പോയത്. അല്ല എനിക്ക് ഒരു നേട്ടം വേണ്ടല്ലോ. മന്ത്രിസ്ഥാനം കിട്ടാനാണ് ഉമ്മൻചാണ്ടി നിർബന്ധിച്ചതല്ല, വേണ്ടെന്ന് പറഞ്ഞില്ലേ? അച്യുതാനന്ദൻ താൻ എന്താ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന എന്നോട് പറഞ്ഞ എല്ലായിടം കേക്ക്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, എനിക്ക് മന്ത്രിസ്ഥാനത്തിനോ ഏതെങ്കിലും സ്ഥാനത്തിനോ വേണ്ടി ഓക്കെ. പറയുന്നത് ആരും തെറ്റിദ്ധരിക്കേണ്ട. എനിക്ക് ഒരു സ്ഥാനം വേണ്ട, ഇനിയും സ്ഥാനമില്ലാതെ യുദ്ധത്തിൽ നിന്ന് ഞാൻ മാറുകയാണ്. എന്റെ മനസാക്ഷി, ഞാൻ ദൈവത്തിൽ വിശ്വാസിയാണ്. നല്ലൊരു ക്രൈസ്തവനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു മതസ്ഥരോട് അതുപോലെ സ്നേഹത്തിലാണ്.